ഹലോ, നിങ്ങളുടെ എം.എ. സൈക്കോളജി പഠനത്തിന്റെ ഭാഗമായുള്ള ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ സിലബസിലെ ബ്ലോക്ക് 3 യൂണിറ്റ് 4 ഉണ്ടല്ലോ, അതിലെ ഒരു പ്രധാന വിഷയമാണ് നോക്കുന്നത്. അതായത് ഭാഷാപരവും സംസാരപരവുമായ വൈകല്യങ്ങൾ, ലാംഗ്വേജ് ആൻഡ് സ്പീച്ച് ഡിസോർഡേഴ്സ്. ഇവ രണ്ടും തമ്മിലുള്ള ആ വ്യത്യാസം, അതെങ്ങനെ കൃത്യമായി മനസ്സിലാക്കാം, നിങ്ങളുടെ നോട്ടുകൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം, അല്ലേ? തീർച്ചയായും ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഈ ഭാഷാ വൈകല്യങ്ങളും സംസാര വൈകല്യങ്ങളും മിക്കപ്പോഴും ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട്. ഒരു സൈക്കോളജി വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങൾക്കിത് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റണം. പ്രത്യേകിച്ച് ഈ ഡയഗ്നോസിസ്, ചികിത്സ, ഇതിലൊക്കെ ഇത് ആവശ്യമായി വരും. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ആ മെറ്റീരിയൽസിലെ പ്രധാന കാര്യങ്ങളിലേക്കൊന്ന് കടക്കാം. അതെ. അപ്പോൾ ആദ്യം തന്നെ ഈ ഭാഷാ വൈകല്യം, ലാംഗ്വേജ് ഡിസോർഡർ, അതെന്താണെന്നാണ് നിങ്ങളുടെ നോട്ടുകളിൽ പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഭാഷ മനസ്സിലാക്കാനും ഉപയോഗിക്കാനുമുള്ള ഒരു പ്രശ്നം, അങ്ങനെയാണോ? ശരിയാണ്, വളരെ ശരിയാണ്. ഇത് കൂടുതലും ഭാഷയുടെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതായത് വ്യാകരണം, സിൻടാക്സ്, മോർഫോളജി എന്നൊക്കെ പറയില്ലേ. പിന്നെ വാക്കുകളെ അർത്ഥം, സെമാൻറ്റിക്സ്, ഇതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ. ലളിതമായി പറഞ്ഞാൽ ആ ഭാഷയുടെ ഒരു ഘടനയുണ്ടല്ലോ, അത് മനസ്സിലാക്കാനും പിന്നെ നമ്മുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ വാക്കുകൾ ശരിയായ രീതിയിൽ ഓർഗനൈസ് ചെയ്യാനും ഒക്കെയുള്ളൊരു പ്രയാസം. അതാണ് സംഭവം. ഓക്കെ. അപ്പോൾ ഇതിൽ തന്നെ ഈ റിസപ്റ്റീവ് പിന്നെ എക്സ്പ്രസീവ്, അങ്ങനെ 2 തരത്തിൽ വരാമെന്നും പറയുന്നുണ്ടല്ലേ? ഉണ്ട്. റിസപ്റ്റീവ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്. എക്സ്പ്രസീവ് എന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ള ബുദ്ധിമുട്ട്. കൃത്യമായി. റിസപ്റ്റീവ് എന്ന് വെച്ചാൽ ആ ഇൻപുട്ട് സൈഡ്, അതായത് സംസാരം ഗ്രഹിക്കാനുള്ള കഴിവ് കുറയുന്നത്, ഇംപെയർഡ് ലാംഗ്വേജ് കംപ്രിഹെൻഷൻ. എക്സ്പ്രസീവ് ആകുമ്പോഴോ അത് ഔട്ട്പുട്ട് സൈഡ്, ഭാഷയുടെ നിയമങ്ങളൊക്കെ ഉപയോഗിച്ച് ചിട്ടയായി സംസാരിക്കാൻ, പ്രകടിപ്പിക്കാൻ കഴിയാതെ വരുന്നത്. ഇംപെയർഡ് ലാംഗ്വേജ് പ്രൊഡക്ഷൻ. ചിലപ്പോൾ ഇത് രണ്ടും ഒരാളിൽ തന്നെ കണ്ടെന്നും വരാം. ഇതൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇത് സംസാരിക്കുന്ന ഭാഷയെ മാത്രമല്ല, ചിലപ്പോൾ എഴുത്ത് ഭാഷയെയും അല്ലെങ്കിൽ സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കുന്നവരെയുമൊക്കെ ഇത് ബാധിക്കാം. ശരി. ഈ നോട്ടുകളിൽ പറയുന്ന വേറൊരു കാര്യം, ഇത് കുട്ടികളുടെ സാധാരണ വളർച്ചയുമായി നോക്കുമ്പോൾ ചിലപ്പോൾ ഈ സംസാര ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഒരു ഡിലേ, കാലതാമസം അങ്ങനെയും കാണാമെന്നും മറ്റ് ഡെവലപ്മെന്റൽ ഡിലേസിന്റെ കൂടെയും ഇത് വരാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഇത് ശരിക്കും ഭാഷാ വൈകല്യമാണോ അതോ സംസാര വൈകല്യമാണോ എന്ന്? അതെ, അതൊരു വളരെ നല്ല പോയിന്റാണ്. കാരണം ആ വ്യത്യാസം മനസ്സിലാക്കുന്നതിലാണ് ഏറ്റവും പ്രധാനം. സംസാര വൈകല്യം, അതായത് സ്പീച്ച് ഡിസോർഡർ എന്ന് പറയുന്നത് ശരിക്കും ആ സംസാരമുണ്ടാക്കുന്ന ഒരു ഫിസിക്കൽ പ്രോസസ് ഉണ്ടല്ലോ, അതിലെ ബുദ്ധിമുട്ടുകളാണ്. അതായത് ശബ്ദമുണ്ടാക്കുന്നതിലെ പ്രശ്നങ്ങൾ, വോയിസ് ഡിസോർഡേഴ്സ്. പിന്നെ വാക്കുകൾ ക്ലിയറായിട്ട് ഉച്ചരിക്കാൻ പറ്റാത്തത്, ആർട്ടിക്കുലേഷൻ പ്രശ്നങ്ങൾ. പിന്നെ സംസാരത്തിന്റെ ഒരു ഒഴുക്ക്, ഫ്ലുവൻസി, അതിലെ തടസ്സങ്ങൾ. വിക്കൽ പോലെ. അതെ, ഉദാഹരണത്തിന് വിക്കൽ, സ്റ്റട്ടറിംഗ്, അതെല്ലാം സ്പീച്ച് ഡിസോർഡറിൽ വരും. അപ്പോൾ ഞാനൊരു ഉദാഹരണം വെച്ച് നോക്കിയാൽ, സംസാര വൈകല്യം എന്ന് പറയുന്നത് നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗ് തിരിക്കാനോ ഗിയർ മാറ്റാനോ ഉള്ളൊരു ബുദ്ധിമുട്ട് പോലെയാണോ? അതായത് എങ്ങനെ ഓടിക്കുന്നു എന്നതിലെ പ്രശ്നം. അതേസമയം ഭാഷാ വൈകല്യം എന്ന് പറയുന്നത് റൂട്ട് മാപ്പ് മനസ്സിലാക്കാനോ എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം എന്ന് പ്ലാൻ ചെയ്യാനോ ഉള്ള ബുദ്ധിമുട്ട് പോലെ. അതായത് എങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്നതിലെ പ്രശ്നം. അതൊരു നല്ല താരതമ്യം തന്നെ. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന്. സംസാര വൈകല്യം എങ്ങനെ പറയുന്നു എന്നതിനെയും ഭാഷാ വൈകല്യം എന്തു പറയുന്നു, ആ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ചിട്ടപ്പെടുത്തുന്നു എന്നതിനെയുമാണ് ബാധിക്കുന്നത്. അതായത് ഭാഷാ വൈകല്യത്തിൽ പ്രശ്നം വരുന്നത് ആ ആശയങ്ങൾ രൂപപ്പെടുത്താനും ഭാഷയുടെ നിയമങ്ങൾ ഉപയോഗിക്കാനുമുള്ള തലച്ചോറിന്റെ ഒരു കഴിവിനാണ്. എന്നാൽ സംസാര വൈകല്യത്തിലോ ആ ആശയം പുറത്തേക്ക് വരാനുള്ള ആ ശാരീരിക പ്രക്രിയയ്ക്കാണ്, ആ മെക്കാനിസത്തിനാണ് തടസ്സം. ഈ യൂണിറ്റിൽ പിന്നെ കുറേ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓട്ടിസം, ലേണിംഗ് ഡിസബിലിറ്റി, SLI, അഫേസ്യ, ഡിസ്പ്രാക്സിയ. അങ്ങനെ നമുക്ക് സമയപരിമിതി കാരണം എല്ലാത്തിലേക്കും പോകാൻ പറ്റില്ല. പക്ഷേ ഈ വ്യത്യാസം വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ നോട്ടുകളിൽ പറയുന്നുണ്ട്. ഈ അപ്രാക്സിയ ഓഫ് സ്പീച്ച് പോലുള്ളവ. അതെ, അപ്രാക്സിയ ഓഫ് സ്പീച്ച് നല്ലൊരു ഉദാഹരണമാണ്. നിങ്ങളുടെ മെറ്റീരിയൽസ് പറയുന്ന പോലെ അത് ശരിക്കും സംസാരിക്കാൻ ആവശ്യമുള്ള പേശികൾ ചലിപ്പിക്കാൻ ബ്രെയിനിന് പ്ലാൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ശ്രദ്ധിക്കണം, പേശികൾക്ക് ബലക്കുറവുണ്ടായിട്ടല്ല,
അപ്പൊ കേൾക്കുമ്പോൾ അതൊരു സ്പീച്ച് പ്രശ്നം പോലെ തോന്നും. കാരണം ഉച്ചാരണത്തെ ആണല്ലോ ബാധിക്കുന്നത്. പക്ഷെ അതിന്റെ അടിസ്ഥാന കാരണം പലപ്പോഴും ആ ഭാഷാപരമായ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിലെ ആ പ്ലാനിങ്ങിലെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടിരിക്കാം. അതുപോലെ ഡെവലപ്മെന്റൽ ഫൊണോളജിക്കൽ ഡിസോർഡർ, അതിൽ കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള സംസാര ശബ്ദങ്ങൾ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നു. ഇതും ഒരു തരത്തിൽ ഭാഷയുടെ നിയമങ്ങൾ പഠിക്കുന്നതിലെ ഒരു പ്രശ്നമായിട്ട് കാണാം. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ വേർതിരിവുകൾ എപ്പോഴും ഇങ്ങനെ വെട്ടിമുറിച്ച പോലെ ക്ലിയർ ആയിരിക്കില്ല, അല്ലേ? ചിലപ്പോൾ ഒന്നിന്റെ ഭാഗമായി മറ്റേത് വരാം. തീർച്ചയായും. അതൊരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു പ്രധാന വെല്ലുവിളി കൂടിയാണിത്. ഈ രണ്ടു തരം വൈകല്യങ്ങളും എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരുമിച്ച് കാണപ്പെടുന്നതെന്നൊക്കെ തിരിച്ചറിയുക എന്നത് നിങ്ങളുടെ അസസ്മെന്റിൽ ഈ ഒരു സൂക്ഷ്മമായ നോട്ടം വേണം. ഓക്കെ. അപ്പോ ഇന്നത്തെ ഈ ഒരു ചെറിയ ചർച്ചയിൽ നിന്ന് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയത്, ഭാഷാ വൈകല്യം എന്ന് പറയുന്നത് ഭാഷയുടെ നിയമങ്ങൾ, അർത്ഥം ഇതൊക്കെ മനസ്സിലാക്കുന്നതിലും റിസെപ്റ്റീവ്, അത് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലുമുള്ള എക്സ്പ്രസീവ് ഒരു ബുദ്ധിമുട്ടാണ്. ഇത് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതിലെ അല്ലെങ്കിൽ ഉച്ചാരണത്തിലെ ശാരീരിക പ്രശ്നങ്ങളായ സംസാര വൈകല്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. പക്ഷേ ചിലപ്പോൾ ഇവ ഒരുമിച്ച് കാണപ്പെടാനും സാധ്യതയുണ്ട്. കൃത്യമാണ്. അപ്പോ നിങ്ങൾക്ക് സ്വന്തമായി ഒന്ന് ആലോചിക്കാൻ ഒരു ചോദ്യം തരാം. ഈ നിർവചനങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോ പ എന്ന അക്ഷരം ത എന്ന് സ്ഥിരമായി തെറ്റിച്ചു പറയുന്ന ഒരു കുട്ടിയെയും, അതായത് ഒരു ഉച്ചാരണ പ്രശ്നം ഞാൻ നാളെ വന്നു എന്ന് വ്യാകരണപരമായി തെറ്റായി പറയുന്ന, അതായത് ടെൻസിൽ പ്രശ്നം ഒരു കുട്ടിയെയും നിങ്ങൾ സമീപിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഡയഗ്നോസ്റ്റിക് അപ്രോച്ചിൽ, ആ ചിന്താരീതിയിൽ എന്ത് വ്യത്യാസങ്ങളായിരിക്കും ഉണ്ടാവുക? അതൊരു നല്ല ചോദ്യമാണ്. തീർച്ചയായും അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഈ യൂണിറ്റിലെ കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ സഹായിക്കും. ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ പഠനത്തിന് ഇതൊരു സഹായമാവട്ടെ. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.